നമസ്കാരം, ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. സെന്റർ ഫോർ ഇൻഫർമേഷൻസ് ആൻഡ് ഗൈഡൻസ് ഇന്ത്യ CG തിരൂർ ചാപ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്കായി ഏഴൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് മോഡൽ പരീക്ഷ സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഉദ്ഘാടനം തിരൂർ നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ യാസർ പൊട്ടച്ചോല നിർവഹിച്ചു. CG തിരൂർ ചാപ്റ്റർ പ്രസിഡന്റ് K. ഹസൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. വാർഡ് കൗൺസിലർ KK റിയാസ്, ഹെഡ് മിസ്ട്രസ് ഹേമജ കാവുങ്ങൽ, SMC ചെയർമാൻ ദിനേശ് ബാബു, വെൽഫെയർ കമ്മിറ്റി കൺവീനർ കരീം മേച്ചേരി, CG മലപ്പുറം വെസ്റ്റ് ട്രഷറർ അബ്ദുള്ളക്കുട്ടി, അനസ് മാസ്റ്റർ, ജയദീപ്, സുനിൽ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. CG തിരൂർ ചാപ്റ്റർ സെക്രട്ടറി ഹാഷിം സ്വാഗതവും ട്രഷറർ KK അബ്ദുൽ റഷീദ് നന്ദിയും പറഞ്ഞു. മോഡൽ പരീക്ഷയിൽ ഉയർന്ന മാർക്ക് വാങ്ങിയ 10 പേർക്ക് സമ്മാന വിതരണം നടത്തി. പരീക്ഷയിൽ 115 പേർ പങ്കെടുത്തു. SSM പോളിടെക്നിക് കോളേജിലെ NSS വളണ്ടിയർമാർ പരിപാടിക്ക് പിന്തുണ നൽകി. GHSS ഏഴൂരിലെ നൈന ഫാത്തിമ T ഒന്നാം സ്ഥാനവും PMSA VHSS ചാപ്പനങ്ങാടി സ്കൂളിലെ മുഹമ്മദ് ഷമ്മാസ് PM രണ്ടാം സ്ഥാനവും MSM HSS കല്ലിങ്ങപ്പറമ്പിലെ ഫാത്തിമ റന M മൂന്നാം സ്ഥാനവും നേടി. NMMSന്റെ ഒരു മോഡൽ എക്സാമാണ് ഇന്ന് നടന്നത്. നമ്മളെ ശരിക്കുള്ള എക്സാം വരാനിരിക്കുന്നതോടും അതിന് മുന്നോടിയായി നിങ്ങൾക്ക് ഈ NMMSനെ ഒന്ന് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി സെന്റർ ഫോർ ഇൻഫർമേഷൻ ഗൈഡൻസ് ഇന്ത്യ അഥവാ CG എന്ന പേരിൽ നടത്തുന്ന കേരളത്തിനകത്തും പുറത്തും വിദേശത്തും ഒക്കെ ആയി സാമൂഹിക രംഗത്തും അതുപോലെ വിദ്യാഭ്യാസ കരിയർ രംഗത്ത് വർഷങ്ങളായി 25 വർഷത്തോളമായി പ്രവർത്തന പരിചയത്തിലൂടെ നടന്നു പോകുന്ന ഒരു നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷനാണ് CG. ചേർന്ന മുഴുവൻ ആളുകൾക്കും സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ഇന്ന് ഈ പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ബഹുമാനായ യാസർ പൊട്ടച്ചോല അവர்களാണ്. അദ്ദേഹം തിരൂർ മുനിസിപ്പാലിറ്റി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് CG തിരൂർ ചാപ്റ്ററിന് വേണ്ടി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. സാറ്റ് മാറ്റ് എന്ന രണ്ട് പരീക്ഷയുടെയും മാർക്ക് ക്ലബ് ചെയ്തുകൊണ്ട് 48,000 രൂപ വരുന്ന ഈ സ്കോളർഷിപ്പ് നിങ്ങൾ നേടുമോ ഇല്ലയോ എന്നറിയാനുള്ള ആദ്യ ചൂണ്ടുപലകയായിരുന്നു ഇന്നത്തെ മോഡൽ പരീക്ഷ. എങ്ങനെ ഉണ്ടായിരുന്നു? ടഫായിരുന്നു? എളുപ്പമായിരുന്നോ? മാറ്റ് എളുപ്പമായിരുന്നു, സാറ്റ് ബുദ്ധിമുട്ടായിരുന്നു. സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ്. കഴിഞ്ഞ വർഷം നമുക്കറിയാം 140-ന് മുകളിലാണ് നമ്മുടെ മലപ്പുറം ജില്ലയിലെ കട്ട് ഓഫ് മാർക്ക്. ഈ വർഷം ഒക്കെ കുറയുമൊക്കെ പറയുന്നുണ്ട്. അസമാശ് സൂചിപ്പിച്ച പോലെ ഇതൊരു പരീക്ഷയുടെ അല്ലെങ്കിൽ വലിയ വലിയ എക്സാമിൻ്റെ ഒരു ചവിട്ടുപിടിയായി കണ്ട് ഇനിയും വലിയ ഉന്നതങ്ങളിലെത്താൻ, ഉന്നത വിജയങ്ങൾ നേടാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഇന്നിവിടെ വിജയിക്കുന്നവർക്കും മോഡൽ എക്സാം എഴുതി 10 പേരെയാണ് തിരഞ്ഞെടുക്കുന്നത്. അവർക്കും മറ്റുള്ളവർക്കും എല്ലാവിധ ആശംസകളും നേരുകയാണ്. മുനിസിപ്പാലിറ്റിയുടെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി തിരഞ്ഞെടുത്തതിന് ശേഷം ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു ചടങ്ങിൽ പങ്കെടുക്കുന്നത്. എല്ലാ പ്രാർത്ഥനയും ആശംസകളും വേണമെന്ന് ആശംസകൾ നൽകുന്നുണ്ട്. ഞാൻ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്. അതിന് മുന്നോടിയായി CG തിരൂർ നടത്തിയ ഒരു മാതൃകാ പരീക്ഷയിൽ പങ്കാളികളായി അതിൻ്റെ റിസൾട്ട് കാത്തിരിക്കുകയാണ് നിങ്ങൾക്കറിയാം. NMMS എന്താണെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. 8ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ, ഏത് തരത്തിലുള്ള വിദ്യാർത്ഥികൾ, സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് കേന്ദ്ര സർക്കാർ നൽകുന്ന എത്ര വർഷം? 4 വർഷം, 9, 10, 11, 12, 4 വർഷം 12,000 രൂപ വെച്ച് നൽകുന്ന ഒരു സ്കോളർഷിപ്പാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിലാണ് നിങ്ങളിപ്പോൾ ഇരിക്കുന്നത്. ഇതൊരു തുടക്കമാണ്. നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഒരുപാട് സ്കോളർഷിപ്പുകൾ നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ കാലത്തൊക്കെ കിട്ടിയിരുന്നു. എന്നാൽ പല കാരണത്താലും പല സ്കോളർഷിപ്പുകളും ഇല്ലാതാകുന്ന ഒരു സമയത്താണ് നിങ്ങൾ ഈ NMMSന്റെ പരീക്ഷ എഴുതാൻ കാത്തിരിക്കുന്നത്. എങ്ങനെ OMR ഷീറ്റ് ഫില്ല് ചെയ്യണം, അതിൽ വരുന്ന തെറ്റുകൾ കൊണ്ട് ഉത്തരം നന്നായിട്ട് അറിയാവുന്ന കുട്ടികളും അതെങ്ങനെ ആൻസർ ചെയ്യണം എന്നറിയാത്തത് കൊണ്ട് ചിലപ്പോൾ ഡിസ്ക്വാളിഫൈ ആവാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കേസിലൊക്കെ നല്ലൊരു സ്റ്റെപ്പാണ് ഇതുപോലുള്ള മോഡൽ എക്സാം. നമ്മുടെ CG പോലുള്ള സംഘടനകൾ നടത്തുന്ന ഈ പരീക്ഷകൾ നിങ്ങൾക്ക് അതിനൊക്കെ ഉള്ളൊരു മാതൃകയാണ്. OMR ഷീറ്റ് എങ്ങനെ കൈകാര്യം ചെയ്യണം,
അതേപോലെ ഈ ടൈം ലിമിറ്റ് വെച്ചിട്ട് സാറ്റ് ആയാലും മാറ്റ് ആയാലും ഈ സമയം കൊണ്ട് നിങ്ങൾ എങ്ങനെ ഉത്തരത്തിലെത്തണം എന്നുള്ളത്. അതാണ് ഓരോന്നും മോഡൽ പരീക്ഷ. നമ്മൾ കുറേ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു, കുറേ വായിക്കുന്നു, പഠിക്കുന്നു ഒക്കെ നിങ്ങൾക്ക് അറിവുണ്ടാവും. പക്ഷെ സമയബന്ധിതമായിട്ട് ആ ഉത്തരം നിങ്ങളുടെ പേപ്പറിൽ എത്തിക്കുക. അപ്പോഴാണ് ഇങ്ങനെയുള്ള മത്സര പരീക്ഷകളിൽ വിജയം എന്ന് പറയുന്നത്. വളരെ ഉപകാരപ്രദമായ ഒരു ടെസ്റ്റാണ് നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. ഒരു പരീക്ഷ എഴുതുമ്പോൾ നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് പരീക്ഷാ പേടി എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. പരീക്ഷ അറ്റൻഡ് ചെയ്യേണ്ടത് എങ്ങനെ ചെയ്യണമെന്നുള്ളൊരു അതെല്ലാ വിദ്യാർത്ഥികൾക്കും ആദ്യത്തിലുണ്ടാവും. ഇതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ടെസ്റ്റുകൾ നടത്തുന്നത്. ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ഇതുപോലെ ഒരു സംവിധാനങ്ങളും ഉണ്ടായിരുന്നില്ല. സ്കൂളിൽ തന്നെ വളരെ ചെറിയ സംവിധാനം ഉണ്ടായിരുന്നുള്ളൂ. അതിൽ നിന്നൊക്കെ മാറ്റം വന്നത് ഇപ്പോൾ നല്ല എല്ലാവിധ സൗകര്യങ്ങളും നിങ്ങൾക്കൊക്കെ ഉണ്ടായി. അതൊരു വലിയൊരു അനുഗ്രഹമാണ്. പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് എല്ലാവിധ വിജയങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തും. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഏകദേശം 20 വർഷത്തോളമായിട്ട് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ തൊഴിൽ മേഖലയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനത്തിൻ്റെ ഒരു ചെറിയ ഭാഗം NMMS സ്കോളർഷിപ്പിന് നിങ്ങളൊക്കെ പ്രാപ്തരാക്കുക, അല്ലെങ്കിൽ ഇത്തരം മത്സര പരീക്ഷകളിലേക്ക് പോകുവാൻ നിങ്ങളെ പ്രാപ്തരാക്കുക എന്നുള്ള ഒരേ ലക്ഷ്യത്തിൽ അസമാഷത്തെ നേതൃത്വത്തിൽ ഈ പരിപാടി നമുക്ക് നടന്നത്. നമുക്കൊക്കെ അറിയാം എവറസ്റ്റ് കൊടുമുടി ആരാണ് കീഴടക്കിയത്, അല്ലേ? ആദ്യമായിട്ട് എവറസ്റ്റിന്റെ മുകളിൽ കയറിയത് ആരാണ് എന്ന് നമുക്കറിയാം. ആരാണ്? അദ്ദേഹം ഇന്ത്യക്കാരനല്ല. നമ്മളൊക്കെ വിചാരിക്കും ഓരോ കണ്ടുപിടുത്തങ്ങൾ നടക്കുമ്പോൾ അവർ ആ ഒറ്റ പ്രാവശ്യം അങ്ങോട്ട് പോയി കയറി ജയിച്ചു വന്നതാണ്. ഒരിക്കലുമല്ല. ഒരുപാട് പ്രയാസങ്ങൾ സൃഷ്ടിച്ചിട്ടാണ് അവരതൊക്കെ താണ്ടി കടന്നു വരുന്നത്. അതുപോലെ നിങ്ങളും ഇപ്പൊ തുടങ്ങിയ മനസ്സിലായല്ലോ. അപ്പൊ ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും നമുക്ക് താണ്ടണം. അതിന്റെ ഫസ്റ്റ് കാൽവെപ്പാണിത്. ഹിലാലി ആദ്യം കയറാൻ പോയപ്പോ അദ്ദേഹത്തിന് പനി വന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോരേണ്ടി വന്നു. പിന്നീട് അദ്ദേഹത്തിന് മഞ്ഞ് വീഴ്ച കാരണം വീണ്ടും ഇറങ്ങി പോരേണ്ടി വന്നു. അങ്ങനെ പല പ്രാവശ്യം പോയിട്ടും കയറാൻ കഴിഞ്ഞില്ല. അങ്ങനെ തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ ഇത്രയും കാലം പ്രയാസപ്പെട്ടതിന് ഒരു സമ്മാനം കൊടുക്കുന്നതിന് പകരം അവരൊരു പരിപാടി നടത്തി, ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് അവരൊരു ഫംഗ്ഷൻ വെച്ചു. ഇതുപോലെ ഒരു ബോർഡ് വെച്ചു. അതിൽ ഹിമാലയത്തിന്റെ ഒരു ചിത്രം ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ നന്ദി പറയാൻ വേണ്ടി വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ആ ചിത്രം നോക്കിയിട്ട് അദ്ദേഹം പറഞ്ഞൊരു ഡയലോഗുണ്ട്. എന്താണെന്നറിയോ? എവറസ്റ്റ് നിന്റെ വളർച്ച നിന്നിരിക്കുന്നു, പക്ഷെ എൻ്റെ വളർച്ച നിന്നിട്ടില്ല. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അന്ന് ഞാൻ കീഴടക്കുക തന്നെ ചെയ്യും എന്നാണ്. പിന്നീട് അദ്ദേഹം വീണ്ടും ശ്രമിച്ചു. അദ്ദേഹം അത് കീഴടക്കുക തന്നെ ചെയ്തു. മീഡിയ ന്യൂസ്, തിരൂർ.